18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്. അത് നല്ല നിയമമാണല്ലോ. 18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ 25,000 രൂപ പിഴയും 3 മാസത്തെ കഠിന തടവും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. അടച്ചറബേ, ഇവിടുത്തെ ഹിമാറിന് 18 ആയില്ലല്ലോ. ഇത്തോതിൽ പോയ കോയ ജയിലാവൂലേ? പോണ്ടോ? വണ്ടി നിറഞ്ഞു. എന്താണ് കാര്യം പറ. വണ്ടി എടുത്തിട്ട് പോണ്ടെന്ന് പറഞ്ഞില്ല, താക്കോലും കൊണ്ട്. ഞാൻ ഞാൻ പോവാറുള്ളല്ലേ. ഇജ്ജ് പോവോ? വണ്ടി നിറങ്ങണമെന്ന് വണ്ടി പോട്ടെ. ഞാൻ എന്താണെന്ന് പോയാല് ഞാൻ പോണ്ടെന്ന് ഉപ്പ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടിക്കാളെ പോയെന്ന പിന്നെ എന്താണ് തരൂല എന്ത് കാര്യത്തിന് തന്നെ. ഇന്ന് എന്നോട് വണ്ടി പോണ്ടെന്ന് ഉപ്പയാണ് പറഞ്ഞേ. ഞാൻ പോകും. ഇജ്ജ് പോവോ? അന്ന പിന്നെ ഇജ്ജ് എടുക്കണം. എന്റെ നെഞ്ചത്ത് കൂടെ ഈ പോവുള്ളൂ. അവിടെ കിടക്ക്, ഞാൻ എടുക്കാലോ. ഇക്കാരം പറഞ്ഞു എന്താ നോക്ക്. പച്ച മക്കളെന്റെ കൈ ഉപ്പൂപ്പനെ വെറുപ്പിക്കണ്ട. ഒന്ന് വഴി പിന്നെ സമയമായിട്ട് പോകും. ഇവിടെ വന്നാ ഓ എന്റെ മോനാണെങ്കിലേ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. ബാപ്പന്റെ ബാപ്പയാണ് ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. നമുക്ക് നോക്കാം. നോക്കാം. കോയാഴ്ച ഇവിടെ വന്നാ ബാപ്പ ഒന്നിങ്ങടെ വന്നിങ്ങട് എട്ടഞ്ച് കാണിക്കണം. അവിടെ ഇങ്ങോട്ട് പോയി അതൊന്നും ഒഴിവാക്കി. ശരി ശരി. എന്താ എന്താണോ എന്തുപ്പാപ്പയാണ് എപ്പ തുടങ്ങിയ ഒരാളെ ഫോൺ വിളിക്കാതെ ഇവരോട് ഞാൻ സ്കൂളിൽ വണ്ടി എടുത്ത് പോണ്ടെന്ന് പറഞ്ഞു. ഓൻ പോകുന്നു. ഓൻ എങ്ങനെയാ പോവുക? അല്ല എന്റെ വാപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഈ ചെക്കനെ കാണുമ്പോൾ നിങ്ങൾ ഈ കീരും പാമ്പും മരി അവനെ എന്താണ് അറിയാണ്ട് ചോദിക്ക. അല്ല എനിക്കോ നിങ്ങൾ ചെറുപ്പത്തിൽ വണ്ടി മേടിച്ചന്നില്ല. ഇപ്പൊ ഓനക്കൊരു വണ്ടി കിട്ടിയാ ഓൻ പോയിക്കോട്ടെ. ഇനിയിപ്പോ എന്താണ്? അതിനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇജ്ജാണ്ടാ ഓനെങ്ങനെ ബസ്സിലാക്കണത്? ഓൻ വണ്ടിയിൽ പോയാലേ 3 കൊല്ലം ഈ ജയിലിൽ കഴിയേണ്ടി വരും. അറിയാം എന്താ ഈ പറയണോ? ഓ വണ്ടി എടുത്തോ, ഞാൻ എന്തിനാണ് ജയിലിൽ കിടക്കണേ? ജയിലിൽ കിടക്കേണ്ടി വരൂ. അതാണ് പുതിയ നിയമം. പേപ്പർ വായിക്കണം. പേപ്പറിൽ വെണ്ട കച്ചരത്തിൽ എഴുതി വെച്ചിക്കണ് 18 വയസ്സ് തികയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാല് മാതാപിതാക്കള് 3 കൊല്ലം ജയിലിൽ കിടക്കണം. 25,000 രൂപ പിഴയും കൊടുക്കണം. നേരോ? നേരാണ്. ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട 3 കൊല്ലം. ആര് പറഞ്ഞാൽ ഉണ്ടെന്ന്? എല്ലാ ദിവസവും ചപ്പാത്തിയും ചിക്കനാണല്ലോ. അതെന്നോട് ആര് പറഞ്ഞു? പേപ്പറിലുണ്ടാവുമല്ലോ. അല്ല, ആ പേപ്പർ നമ്മള് വായിച്ചില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചാൽ മതി. അതെ, അല്ല ഇജ്ജ് പിന്നെ അവിടുത്തെ ചിക്കനും ചപ്പാത്തിയൊക്കെ തീറ്റിക്കാൻ വേണ്ടിട്ടാ വണ്ടി എടുത്ത് പോണേ. അല്ല എന്നോട് ഇപ്പൊ ഇത്ര ഉപ്പ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഈ നിയമൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്താ ചെവിയിലേക്ക് പോകാത്തേ? എങ്ങനെ കേൾക്കാം? അതിനോ പത്രം വായിക്കണ്ടേ? ഇജ്ജ് വായിക്കണ്ട പത്രം? ഞാൻ ഇപ്പൊ ഇവിടെ പത്രം വായിച്ച് കുത്തിയിരിക്കുക. പണിക്കൊന്നും പോണ്ടേ? നിങ്ങൾക്ക് പണിയില്ലാച്ചിട്ട് എന്തെത്തണ്ട എന്റെ ഒരു ശീലം നിങ്ങൾക്ക് ആർക്കും കിട്ടാണ്ടായി പോയത്. ഉപ്പു 5 പൈസ തൊട്ട് വണ്ടി ഓടിക്കണം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സൈക്കിൾ ഉണ്ടാ ഹിമാറേ. അതിന് ഇന്ന് നിയമൊന്നും ബാധകല്ല. മാണ്ടാത്ത ചോറ് ചോദിച്ചു വരിക. വണ്ടി കൊണ്ട് ഇറങ്ങി. എനിക്കിപ്പോ പോണം. രാജ്യ പൂല ഞാൻ പറഞ്ഞു കേട്ടോ. മനസ്സിലാവണ്ടെങ്കിൽ ആനക്ക് സ്കൂളിൽ പോണിച്ച് ബസ്സിന് പോയിക്കോ. ബസ്സിന് പോയിക്കോ, അല്ലെങ്കിൽ നടന്നു പോയിക്കടാ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടിക്കാണ്. അപ്പൊ ഞാൻ മാത്രം നടന്നു പോണോ? നടന്നു പോണോ? അല്ല ഇപ്പൊ ഈ വണ്ടി ഉണ്ടെങ്കിലേ സ്കൂൾക്ക് പോകണോ? അങ്ങനെ എന്റെ മോൻ പോണോന്ന് കാണണം. ഞാൻ ഇറങ്ങൂല. മറന്നേ എനിക്ക് പുറത്തേക്ക് പോണോന്ന് ഇറങ്ങ്. അങ്ങനെ ഉണ്ടാ എനിക്കൊരു ബാക്കി ഈ പോണോന്ന് കാണട്ടെന്നാല്. ബാപ്പ എന്നെ വണ്ടിക്ക് വിട്ടില്ലെങ്കില് വിട്ടില്ലെങ്കില് ഞാൻ ആത്മഹത്യ സത്യമായിട്ടും. മനമേ ആയി ശരി. ഇതിപ്പോ നിങ്ങള് കുട്ടികളുടെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ നടന്നില്ല വെച്ചാൽ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പേടിപ്പിക്കണേ. ആത്മഹത്യ ചെയ്യോ? ഞാൻ ചെയ്യും. അതെ, എന്നെ മോൻ പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്തിട്ട് ഓടിവായോ ചെല്ലി. ആത്മഹത്യ ചെയ്താലേ ഇതാ നോക്ക്, എന്റെ കണ്ണിന്ന് ഒരു താരി കണ്ണീരാ പൊടിയൂല. മാത്രല്ല എന്റെ മഞ്ചത്തുണ്ടുമ്പോ ഒരു ചവിട്ടും കൂടി ചവിട്ടി തന്നെ ഞാൻ കബറിലേക്ക് ആക്കോളൂട്ടാ. 25,000 ഉറുപ്പ്യ കൊടുക്കണു പോട്ടെ. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ജഡ്ജാലിന് ഒരു അനക്കണ്ടാവും നോക്കി. ബാബു മുന്നിലിരിക്കട്ടെ. നടന്നാ പോയിക്കോട്ടോ പാപ്പാ. പറ്റൂല. എനിക്ക് വണ്ടിക്ക് തന്നെ പോണം. അതെ, ഞാൻ വണ്ടിക്ക് പോകും. ഞാൻ ഇറങ്ങൂല. എന്റെ വേസങ്ങട്ടി എനിക്ക് മൊബൈല് മേടിച്ചു തരാത്തപ്പോ വാശി വിട്ട മാതിരിയല്ലേ. കുട്ടികളാണെങ്കിണ്ടല്ലോ അനുസരണം വേണം മൂത്തോരോട്. പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങണ വണ്ടി പറ്റൂല. ഇപ്പൊ വണ്ടി കൊണ്ടുപോകും, പോലീസ് തന്നെ കുടിക്കും. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടന്നാല് എന്റെ കുട്ടി എന്തുരുത്തിട്ടാ കേറ്റ വായലിക്ക്. എന്താ ഞാനെന്താ തിന്നുക? നീ എന്റെ ഫീസും അടക്കണോ? ഈ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുന്നതൊക്കെ ആരടക്കും? എന്റെ ഫീസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഒരു കൂസലുണ്ടോ അവന്റെ മുഖത്ത് നോക്കി? ഇറങ്ങിയിരിക്കണ വർത്താനം പറയാൻ നിക്കണ്.
പാപ്പ കയറട്ടെ. എന്താ ഓന്റെ ഉങ്ക് കേരളത്തില് എനിക്ക് ബാപ്പയോടൊപ്പം പുറകിരുന്ന നാണക്കേടാണ്. അമ്പടി കേമി അനക്ക് നാണക്കേടോ ഈ ഉമ്മർത്ത് ഇങ്ങനെ ഷട്ടിപ്പുറത്ത് ഇങ്ങനെ നടന്നെന്ന് വെച്ച് എങ്ങനെ ചെയ്യ പാന്റ് തൊട്ടൊക്കെ ഇട്ടു തുടങ്ങിയത് നിങ്ങൾ കേരള വണ്ടിയില് നാണക്കേട്. ഇത് സ്റ്റാർട്ടാവണം ഇതൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ച് അടുത്തടുക്ക് ഇനി ഇത് വെക്കാണ്ട പോയിട്ടേ 2000 രൂപ വേറെ പേ കൊടുക്കേണ്ടി വരും. എവിടെ കൊണ്ട് കിട്ടേണ്ടത്? കാലെടുക്കാ ഇട്ടിട്ട് പോ. ഇനിയിപ്പൊ അത് വലിച്ചു പൊട്ടിക്കണം അഞ്ചങ്ങള് അതിലും വലിയ ഇടങ്ങറ്. ഹേയ് ഞാൻ പോയി വിട്. അല്ല നിങ്ങളുടെ നെഞ്ഞത്ത് കൂടെ ഞാൻ ഇപ്പൊ പോണ്ടേ? വെക്കോ ബാപ്പയും ബാപ്പയ്ക്ക് പറ്റിയൊരു മോനും ഈരാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന പറഞ്ഞാല് പുതിയ എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്റെ പേരെന്താ? കാർത്തികേയൻ. ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? അത് സാറിനെ കാണിച്ചിട്ട് പോയാൽ മതി. ശരി ശരി ഓക്കെ. ഇതെന്താണ്? അത് മുടിയില്ല സാറേ, അതുകൊണ്ടൊരു താടി വളർത്തണം. രണ്ടെണ്ണം വന്നിട്ട് ഇല്ലല്ല പിടിച്ചോ സാറേ, പിടിച്ചോ പിടിച്ചോ. പിരിക്കണ പോയിക്കളഞ്ഞു സാറേ. ഞാനോർത്ത് നിർത്താൻ പറഞ്ഞാണെന്ന്. ഊതിക്കണവന്മാരും ഒറ്റ ഊളകളും കുടിച്ചിട്ടുമില്ല. ഹെൽമെറ്റ് വെച്ചവൻ നിർത്താതെയും പോയി. വെറുതെ വെയിലത്ത് നിക്കാന്നേ ഉള്ളു സാറേ. അവന്റെ നമ്പർ നോട്ട് ചെയ്താ? നമ്പർ നോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനോർത്ത് നിർത്തേന്ന് ഓർത്ത്. വേറെ ഒരുത്തൻ വണ്ടി ഇവന് ഒന്നും ഇല്ലെങ്കിലും പിടിച്ചു വെക്കാം. നിർത്ത് 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 നിർത്ത്. വീഴണ്ട വീഴണ്ട, നിർത്ത്. സമാധാനത്തിൽ നിർത്തിയാ മതി. ആ ബുക്കും പേപ്പറൊക്കെ ഒന്ന്. ബുക്കും പേപ്പറൊക്കെ നൂതിയെ പതുക്കെ അയച്ചാ മതി, പതുക്കെ അയച്ചാ മതി. അതവിടെ നൂതിക്കോ. അകത്തേക്കല്ല പുറത്തേക്ക്. ഒന്നും കൂടി കുടിച്ചിട്ടില്ല അല്ലേ? കുടിക്കൂല സാറേ. ആ ബുക്കും പേപ്പറൊക്കെ ഒന്ന് കാണിച്ച. ബുക്കും പേപ്പർ ഞാനേ ഇപ്പൊ പെട്ടെന്ന് പിന്നെ സ്കൂൾക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ വരികയായിരുന്നു. അപ്പൊ അല്ല ഇരിക്കുന്നുണ്ട് മറ്റേ ബുക്കും പേപ്പറും ഉണ്ട് വീട്ടിലാണ്. അത് പറ്റൂല, വണ്ടിയിൽ വെക്കണമല്ലോ. അത് പെട്ടെന്ന് എടുത്തില്ല. ഓനൊന്ന് പെട്ടെന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. പെട്ടെന്ന് പോകുമ്പോഴും ഇതൊക്കെ നിയമങ്ങളൊക്കെ പാലിക്കണ്ടല്ലേ? അല്ല അതെ സാറേ, ഇതിപ്പോ നമ്മുടെ നിയമം മാത്രമാണ് നിങ്ങളെല്ലാവരും നോക്കണല്ലോ. ഇപ്പൊ ഇവിടെ റോഡൊക്കെ ആകെ താറുമാറായിട്ട് എടുക്കാണ്. അതൊന്നും നോക്കാൻ ഒരാളില്ല. ഞങ്ങളുടെ ഇപ്പൊ ഭയങ്കര പേന്നൊക്കെ പറയണ്ടല്ലോ സാറേ. 10 ഇരട്ടി ആക്കിയിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഉപകാരം നടത്തുന്ന വെച്ചിങ്ങ് വേണ്ടിയില്ല. അതിപ്പോ ആൾക്കാർക്ക് റോഡൊക്കെ ആകെ തേർഡ് പൊടിയായിട്ടാണ് കിടക്കുക. അതെ, റോഡ് പണിയൊക്കെ PWD ആണ്, അല്ലാതെ ഞങ്ങളുടെ പണിയല്ല സാറേ. പുള്ളി വലിയ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഉള്ള ആളാണ്. നിയമമൊക്കെ അറിയാം ഒരുപാട്. അല്ല സാറേ, അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ല ഞാന്. ചെല്ലേ, നമ്മളോട് കാശ് പിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ചെല്ല് ചെല്ല്, വേഗം കാണിച്ച് വേഗം സ്കൂളിൽ പോവാ. ഇപ്പൊ വണ്ടി എടുത്തിരുന്നെങ്കിൽ എന്താവും സ്ഥിതി സാറേ? ലൈസൻസ് ആരെന്ത് അഴിമതി കാണിച്ചത്? അല്ല ഞാന് അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ലോ സാറേ. അപ്പൊ ഈ റോഡൊക്കെ അഴിമതി കാണിച്ച് പണിത് കാരണമാണ് ആകെ താറുമാറായി കിടക്കണെന്ന് പറയാനേ. അതിന്റെ കാര്യമൊക്കെ സർക്കാർ നോക്കിക്കോളൂ. അതെ, അല്ല നമ്മുടെ പിരിവിനുള്ള കായ് മാത്രമേ സർക്കാർക്ക് അറിയുള്ളൂ. ഇതൊന്നും നേരാക്കേണ്ട കായ് ചെലവാക്കണില്ല. റോഡ് പണി കഴിഞ്ഞ് മഴ പെയ്യാണ്. മഴ പെയ്യിക്കാതിരിക്കാൻ സർക്കാർ പറ്റുമോ? മഴ പെയ്യുന്നോണ്ടാ റോഡ് കേടുന്നു പോകുന്നത്. അല്ലേ? അല്ല അതെ അതന്നെ. ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് പ്രിന്റാണ് വീട്ടിലിരിക്കുന്നുണ്ട്. ബുക്കും പേപ്പറും വീട്ടിലുണ്ട്. ഇത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഡേറ്റ് കഴിയാറായല്ലോ. കഴിയാറായിട്ടുള്ളൂ. കഴിഞ്ഞിട്ടില്ല. അതാരാ?
ഇത് മോനാണ്, ഓനെ സ്കൂൾ കൊണ്ടുപോയാനേ. ഏത് സ്കൂളിൽ പഠിക്കണവനെ? അത് ഇവിടെ നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ അല്ലേ? ആ നീ നടന്നു നോക്കോ. അല്ല സാറേ, ഞാൻ ഓനെ കൊണ്ടാക്കിട്ട് എനിക്ക് പണിക്ക് പോണം. അത് പോവാ. നീ നോക്കോ. അല്ല സാർ, ആ എന്നാ അല്ല സാറേ, എനിക്ക് വർക്ക് പോണേ. എന്താ എന്റെ വർക്ക്? ഞങ്ങക്ക് കായയുടെ ബിസിനസ് ആണ്. കായേ? ആ കായയുടെ കടണ്ട്, നേന്ത്രക്കായേ. അപ്പൊ അതിന് ഓനെ കൊണ്ടാക്കിട്ട് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവാൻ. ഇന്ന ഒരാള് വിളിച്ചിട്ട് അവിടെ വണ്ടി സാറേ അതൊക്കെ കാര്യമായിട്ട് പരിശോധിച്ച് വിട്ടാ മതി. ഇതൊക്കെ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയാ. അതെ, ഞാൻ ഇപ്പൊ അങ്ങനെ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല, എനിക്ക് പണിക്ക് പോണം സാറേ. ഇതൊക്കെ നോക്കട്ടെ, എന്നിട്ട് പോട്ടാ. അല്ല, അവിടെ വണ്ടി വന്ന് നിൽക്കണ്ടേ സാറേ, ഒന്ന് പറഞ്ഞു വിട്ടാ സൗകര്യം. മാറിക്കടോ. എന്താ സാറേ, ഒന്ന് അങ്ങോട്ട് മാറിക്കടോ. അല്ല സാറേ, നിങ്ങള് പോലീസുകാർക്ക് ഈ തമാശ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഞാൻ ആരാ നിനക്കറിയോ? സത്യശീലൻ സാറ്. VDM സത്യശീലൻ കേട്ടിട്ടുണ്ടോ? അത് സാറാ? അയ്യ, പോലീസ് പോലീസ് പോലീസ്. ബുക്കും പേപ്പറൊന്നും ഇല്ലല്ലോപ്പാ. എല്ലാം നടന്നിട്ട് പോയ പ്രശ്നമില്ലല്ലോ, ഓടിച്ചാലേ പ്രശ്നം. നമ്മളോടാ കളി. ഇവരെ പറ്റിക്കാം. ആ വണ്ടി സ്റ്റാൻഡിലിട്. വണ്ടി സ്റ്റാൻഡിലിടോ. ആ ഇതഴുകി അഴിക്കടാ. കുടിക്കില്ല അവനെന്തിന് ഊരിയെന്ന് നമുക്കെന്തില്ല. പോയിക്കോട്ടെ സാറേ. എന്നാല് നിക്ക് ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകണത് എന്തിനാണ്? പെട്രോൾ ഇല്ലേ? പെട്രോൾ ഉണ്ട് സാർ. ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞു നടന്നിട്ട് പോണെന്ന്. ഇപ്പൊ 2 കൊല്ലായി ഉരുട്ടിക്കൊണ്ടുപോലാന്ന്. അത് ശരി. അപ്പൊ വെറുതെ എങ്ങനെ നടക്കുമ്പോ വണ്ടി ഇങ്ങനെ കൂടെ? അതെ, കൊറേ കൊല്ലം കൂടി ഉണ്ടായതല്ലേ, അപ്പം കൂടെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അത് ശരി. എന്നാ ബുക്കും പേപ്പറൊക്കെ വന്നിട്ട്. ബുക്കും പേപ്പർ എടുക്കടാ. ഉരുട്ടിക്കൊണ്ടോന്ന് എന്തിനാ സാർ ബുക്കും പേപ്പറും? അത് വേണം. അല്ലാതെ നിന്റെ വണ്ടിയാണോ ഞങ്ങൾക്ക് അറിയണ്ടേ? ആ ചായക്കടക്കാരൻ നാരായണനോട് ചോദിച്ചാൽ മതി സാറേ. പറ്റൂല. ബുക്കും പേപ്പർ പേപ്പർ വീട്ടിലാണ് സാറേ. വീട്ടിലാണ് സാറാ. വീട്ടിൽ വെച്ചാൽ അച്ഛൻ വണ്ടി എടുത്ത് പോകും. എന്താ നിന്റെ പേര്? എന്റെ ഉണ്ണി. ഉണ്ണി. എവിടെ പണി? സാറേ ഞാൻ സിനിമാ തിയേറ്ററിലെ നെട്ടൂര്. ഇങ്ങനെ മോഹൻലാലിന്റെ പടം റിലീസായിട്ടേ. മോഹൻലാലിന്റെ പടം 5 അടി 2 പാട്ട്. ഏകദേശം ഇതുപോലത്തെ ഒരു പോലീസുകാരനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. തല ചിരിയോ എന്ത് സാറ് കാണാൻ വൈകുന്നേരം കേട്ടോ. അവിടെ തിയേറ്ററിൽ നിനക്ക് എന്താ പണി? ടിക്കറ്റ് കൊടുക്കല്. ടിക്കറ്റ് കൊടുക്കല്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 8 കിലോമീറ്റർ ഉണ്ടാവും സാർ. 8 കിലോമീറ്റർ വരും. അപ്പൊ 8 കിലോമീറ്റർ നീ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ്? തള്ളിക്കൊണ്ടുപോകും. പോവാണ്. ആരോഗ്യത്തിന് നല്ലതല്ല സാർ. ശരി ശരി. തള്ളിക്കൊണ്ട് പോക്കോട്ടോ. അല്ല സാർ, ഷോ ആവാനായി സാറേ. ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ തള്ളിക്കൊണ്ട് പോയാൽ മതി. കീ വേണമെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വായിച്ചോ. അല്ല സാർ, താക്കോലുണ്ടെങ്കിൽ ഉരുട്ടി പോവാൻ എന്തിനാടാ ചാവി? വണ്ടി എടുത്ത് പോ. എനിക്ക് പോകാൻ പറ്റും സാറേ. അതേപോലെ സാറേ ഇവിടെ ഇതുണ്ട്, ചില്ലിങ്ങനെ ചീന്തിരിപ്പുണ്ട്. അയ്യോ, കണ്ണാടി പൊട്ടി കിടക്കണോ? ഇല്ല സാറേ, ഇപ്പൊ വരുന്ന വഴിക്ക് കുട്ടീനായിട്ട് സ്കൂളിൽ പോണ വഴിക്ക് മച്ചിങ്ങ വീണതാ സാറേ. എടാ, നീയൊക്കെ ഭയങ്കരമായിട്ട് നിയമം നോക്കുന്ന ആളല്ലേ സാറേ? ഇതിപ്പോ ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ലല്ലോ. അല്ലാന്ന് പറഞ്ഞാല് പിന്നെ ഈ പൊട്ടിയ കണ്ണാടി കേട്ടാണ് വണ്ടി ഓടിക്കണത്. അല്ല സാർ, ഇപ്പൊ പോണ വഴിക്ക് ഒരു മച്ചിങ്ങ വീണാണ്, മാറ്റാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാരി, ഇതെടുത്ത് അപ്പൊ ചെറിയൊരു പെറ്റി എടുത്ത് വെക്കും. എന്തിനാ സാറേ? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യണല്ലോ. അതിപ്പോ ഒരു മച്ചിങ്ങ വീണാണ്. ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. അതിനിതിപ്പോ ഒരു തെറ്റ് ചെയ്തതല്ലോ. നിയമമൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ? ഒരു 1000 രൂപ അടച്ചോട്ടോ. 1000 രൂപ? എന്തിത്ത സാറങ്ങൾ ഈ പറഞ്ഞ? ഈ ഒരു ഗ്ലാസ് പൊട്ടിയ നിങ്ങൾ 1000 രൂപ ഒക്കെ ചെയ്താ പറഞ്ഞാല് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് നിങ്ങളെ കണക്കൊക്കെ കേട്ടോ. കോടതിയിൽ അടച്ചാൽ മതി സാറേ. ഇത് എന്ത് ആവശ്യത്തിന് സാറേ? വണ്ടി എടുത്തിട്ട് പോടോ. ഹെൽമെറ്റ് ഒക്കെ കേട്ടോ. എന്താ കേടായ? അല്ലല്ലോ, അതിപ്പോ സാറാകുമ്പോ പിടിച്ചിട്ടാ ഉണ്ട്. വണ്ടി എടുത്തിട്ട് പോടോ. അല്ലേ
പോലീസ് ഞാൻ എന്നേരം പറഞ്ഞു പോലീസ് ഉണ്ടാവും. എന്താ ചെയ്യപ്പോ? സാറേ എന്തോ ഉടായിപ്പുണ്ട് കേട്ടാ. നോക്കി നോക്കി. എന്താണ് ഒരു സൈഡ് വലിവ്? ആ വലിവുണ്ട്. ഇപ്പൊ ആരാ വണ്ടി ഓടിച്ചെന്നുള്ള തർക്കമായിരിക്കും. മതി മതി. ആ മതി. ബുക്കും പേപ്പർ എന്താ? എല്ലാം ഓക്കെയാണ് സാർ. എല്ലാം ഓക്കെ താൻ പറഞ്ഞ പോലെ ഞാൻ തീരുമാനിക്കും. അല്ല ഇൻഷൂർ കഴിഞ്ഞ ആഴ്ചയാണ് അടിച്ചത്. ഓടോ ഇതാകട്ടെ ഊത്. ഓടിച്ച ആള് ഊതണോ? ഞാനാ ഓടിച്ച സാർ. ഞങ്ങളത് ഇവിടെ ഇടിച്ചില്ല. ഊതണങ്ങൾ എന്റെ ദൈവം, ഇത് പൊട്ടിത്തെറിച്ചാൽ എന്തോരോടാ കുടിച്ചാണ് സാറേ? അന്യായ കുടി കുടിച്ചേക്കാൻ. ഇല്ല സാറേ, ഞാൻ വൈന് കഴിച്ചുള്ളൂ. ആ അത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അല്ല എന്റെ വൈനാണെന്ന്. കൂട്ടുകാരന്റെ കുട്ടിയുടെ ആദ്യ ആയിരുന്നേ, അപ്പൊ അതിനിത്തിരി വൈന് കഴിച്ചതാ. ആ വൈൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? അല്ല വൈൻ അത് അവരുടെ ചടങ്ങാണ്. കുട്ടികൾ സ്ത്രീകളടക്കം എല്ലാവരും കഴിക്കും കുറേശ്ശെ വൈന്. എന്താ അവരുടെ ചടങ്ങാണോ വൈൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണോന്ന്? വണ്ടി ഓടിക്കാൻ പാടില്ല. ആ അപ്പൊ 10,000 രൂപ അടച്ചിട്ട് പോയിക്കോ. 10,000 ഉറുപ്പ്യ. ആ, 10 നിയമം മാറി പറഞ്ഞില്ലേ? മുമ്പ് 2,000 രൂപ പറ്റാന്തല്ലോ. ആ അതൊക്കെ മാറി സാറേ. സാറേ 10 ഉണ്ട് ട്ടാ, 10. ആ വിട്ടോ വിട്ടോ. എന്നാ ചെല്ലി ചെല്ലി. ആ എല്ലാം ഓക്കെ സാർ. സാറിനോട് പറഞ്ഞു നോക്ക് ചെല്ലി. ആ ചെല്ലി വേഗം കിട്ടും. എടാ കള്ളുടിച്ച് നാട്ടുകാരെ കൊല്ലം ഇറങ്ങിയിരിക്കാനോടാ? ആണോ? അല്ല ഒരു സ്വല്പം വൈന്. റോഡെല്ലാം കയറാണ്ട് സാർ. ഓക്കെ ഓക്കെ. അതെ പ്യാരി, ഓ മന്ത്രി വരുന്നുണ്ട്. ആ സാറേ വണ്ടിക്കില്ല സാറേ 10,000 ഉറുപ്പ്യ. 10,000 ഉറുപ്പ്യൊക്കെ ഫൈന് തരാന്ന്. 10,000 രൂപയാണ് ഇപ്പൊ ഫൈന്. എന്തേലും കുറയ്ക്കാൻ പറ്റും സാറേ? സാറേ ഇത് ഭയങ്കര കഷ്ടമാണ് സാറേ. ഈ മന്ത്രിയുടെ വണ്ടി വരുന്നതിനാണ് ഇപ്പൊ സാറന്മാർ ഇങ്ങനെയൊക്കെ കാട്ടി റോഡ് സൈഡിലെ വണ്ടികളൊക്കെ തടുത്തിട്ടുണ്ട്. ഈ മന്ത്രിമാര് ട്രാഫിക് നിയമം ഏതെങ്കിലും പാലിക്കുന്നുണ്ടോ? ഹൈ സ്പീഡ് അവര് എന്ത് സ്പീഡിലാണ് അവര് വണ്ടി ഓടിക്കുന്നത്? പിന്നെ അവര് മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ കുഴപ്പമില്ല. ഈടോ അവർക്ക് വല്ലത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവര് പൈസ അടയ്ക്കണം വന്നു കഴിഞ്ഞാൽ ഖജനാവിന്ന് എടുത്ത് അടക്കണം വേണ്ടേ? ഖജനാവിലെ പൈസ ഏതാണ്? നിങ്ങളൊക്കെ നികുതി അടയ്ക്കുന്ന പൈസയാണ്. നികുതി മാത്രമല്ല സാറേ, അതേപോലെ ഇത്തിരി മദ്യം കഴിക്കുന്നവരുടെ പൈസയും ഖജനാവിലുണ്ട്. വെറും 60 ഉറുപ്പിട മദ്യാണ് 600-700 ഉറുപ്പ്യക്ക് ബീവറേജിൽ കൊടുക്കുന്നത്. അപ്പൊ എത്ര കാശ് അവർക്ക് ലാഭം? ആ ഒരു കൺസെഷൻ ഞങ്ങൾക്ക് തന്നൂടെ? ഒരു കാര്യം ചെയ്യ്, വണ്ടി കയറി മെഡിക്കൽ എടുക്കണം കേട്ടാ. എന്നാ രാഘോട്ട വണ്ടിയായിട്ട് പോയിക്കോ. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. വണ്ടിക്ക് സ്റ്റേഷനിൽ ഒന്ന് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ നടന്നു നോക്കോ. ഇയാൾ വണ്ടി കയറി. വണ്ടി കയറിയോ? ആരെയും വിളിച്ചു. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ സാർ.